ഹലോ, എല്ലാ പ്രാവശ്യവും നാടൻ കുക്കിംഗ് വീഡിയോ അല്ലേ കാണുന്നത്. ഇന്ന് ഒരു ഇംഗ്ലീഷ് ഫുഡാട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ ഇംഗ്ലീഷുകാരുടെ ഏറ്റവും ഫേവറേറ്റായിട്ടുള്ള മാഷ്ഡ് പൊട്ടറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ 4 വലിയ പൊട്ടറ്റോസ് നന്നായിട്ട് പീൽ ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു മീഡിയം സൈസായിട്ടുള്ള കഷ്ണങ്ങളാക്കി മാറ്റിയെടുക്കുന്നത്. ഇതുപോലെ കണ്ടോ, ഞാൻ പുതിയ ടെക്നോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ്, ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റം. അൺസാൾട്ടഡ് ബട്ടർ എടുക്കുന്നുണ്ട് ഞാൻ, പകുതി ബട്ടർ എടുക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഒരു കാൽഭാഗം യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഡബിൾ ക്രീമാണ് യൂസ് ചെയ്യുന്നത്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ഗാർണിഷിന് വേണ്ടി മാത്രമാണ്, ഒരു ഭംഗിക്ക് നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. പിന്നെ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഇതുപോലെ പെപ്പർ കോൺസ് നമ്മൾ ഗ്രൈൻഡ് ചെയ്തിടാൻ പറ്റുന്ന അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി കുക്കിംഗ് ആണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം ഉപ്പിട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. നമ്മൾക്ക് ഒന്ന് വെന്ത് ഇതിനെ ഒന്ന് പൊടിക്കാൻ പറ്റുന്ന ഒരു ഭാഗമായി വരുമ്പോൾ ഇതിൽ വെള്ളം എല്ലാം സ്ട്രെയിൻ ചെയ്ത് ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെല്ലാം നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മാഷ് എടുത്തതിന് ശേഷം ഇവിടെ മാഷ് ചെയ്യാൻ ഇവർ ഒരു സംഭവം യൂസ് ചെയ്യും കേട്ടോ ഇവിടെ. പക്ഷേ എനിക്കതില്ല, അതുകൊണ്ട് ഞാൻ ആ പാന് നമ്മൾ സോട്ട് ചെയ്യുന്നില്ല, ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തെടുത്തത്, മാഷ് ചെയ്തെടുത്തത്. അതിൻ്റെ അകത്തോട്ട് ഞാൻ 3 ക്യൂബും പിന്നെ ഒരു ക്യൂബും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 ക്യൂബ് ബട്ടറും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ ഡബിൾ ക്രീം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഡബിൾ ക്രീമും കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ ഞാൻ ഉപ്പ് ഇട്ടാണ് ഓൾറെഡി ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്കൊന്നും ഉപ്പിടുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഡബിൾ ക്രീമും ഈ മാഷ്ഡ് പൊട്ടറ്റോ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ കാര്യം, ഇവിടെ എല്ലാവരും കുരുമുളക് പൊടി യൂസ് ചെയ്യും, ചിലവർ ഇങ്ങനെ ക്രഷ്ഡായിട്ട് ഞാൻ ഇടുന്ന പോലെ ഇടാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലവർക്ക് ഈ കുരുമുളകിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു ടേസ്റ്റ് കിട്ടുന്ന ഇഷ്ടമാണല്ലോ, എനിക്കതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിവിടെ ക്രഷ് ചെയ്ത് പെപ്പർ ഇടുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ കഴിഞ്ഞാൽ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ പരിപാടി കഴിഞ്ഞു, മാഷ്ഡ് പൊട്ടറ്റോ കഴിഞ്ഞു. നിങ്ങൾക്ക് ഫിഷ് ഗ്രില്ലിൻ്റെ ഒട്ടത്തോ ചിക്കൻ ഗ്രില്ലിൻ്റെ ഒട്ടത്തോ എന്തിൻ്റെ ഒട്ടത്തും പെയർ ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ചിക്കൻ ഗ്രില്ലുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഒട്ടത്താണ് ഞങ്ങൾ പെയർ ചെയ്തത്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡിന് പൊതുവെ മാഷ്ഡ് പൊട്ടറ്റോയോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്, പക്ഷേ പുള്ളി പറഞ്ഞു ഭയങ്കര ടേസ്റ്റായിരുന്നു എന്ന്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് ബ്രൊക്കോളിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യല്ലേ, വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ, ബൈ.